ഹായ് ഗൈസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും ടി വിയിൽ നോക്കിയാലും ന്യൂസ് പേപ്പറിൽ നോക്കിയാലും യൂട്യൂബിലൊക്കെ സകലെടുക്കിയതാണ്. അതിന് മാത്രം പ്രസക്തിയുള്ളൊരു വിഷയം തന്നെയാണ്. പക്ഷേ ഇതിന് കൃത്യമായൊരു നിയമ നടപടികൾ മുന്നോട്ടെടുത്തില്ല എങ്കിൽ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 2017 വന്ന മീ ടു ക്യാമ്പയിൻ സിമിലർ അല്ലേ? ഇതെന്തു അതിനൊരു ആക്ഷൻ, ഒരു നടപടി എടുക്കാത്ത പക്ഷം അത് വെറുതെ ഒരു റിപ്പോർട്ട് മാത്രമേ നിലനിൽക്കും. കുറച്ച് നാളത്തേക്ക് എല്ലാ മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട് മാറും. അത്രല്ലേ ഉണ്ടോ? വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല. ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നേരിട്ട ലൈംഗികമായ അതിക്രമങ്ങളെ കുറിച്ചുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് ഇപ്പൊ ഒരാഴ്ചകളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരാഴ്ചയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് 2017 ഫോം ചെയ്ത റിപ്പോർട്ടായത്. എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു ഈ റിപ്പോർട്ട് പുറത്ത് പൊതുസമൂഹത്തിലെത്താൻ? നമുക്ക് ഇപ്പോഴാണ് ആ റിപ്പോർട്ട് ആക്സസിബിൾ ആയത്. എങ്കിൽ പോലും 97ാമത്തെ പേജ് തൊട്ട് 107ാമത്തെ പേജ് വരെ ആ റിപ്പോർട്ടിൽ മിസ്സിംഗ് ആണെന്ന് പറയപ്പെടുന്നത്. നമുക്കിപ്പോ വായിച്ചാല് ആ പേജുകൾ എടുത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഇത് എടുത്തു മാറ്റിയത്? എന്തുകൊണ്ട് ഈ പേപ്പറിൽ എടുത്ത് മാറ്റപ്പെട്ടു? അതിൽ തീർച്ചയായിട്ടും ഈ നടന്മാരെ ഇവിടെ പേരുകൾ വെളിപ്പെടുത്തി കാണും. അതുകൊണ്ടാവണല്ലോ അത് ആ പേജുകൾ തുടച്ചു നീക്കപ്പെട്ടത്. ആ പേജുകൾ ആരാണ് പൂഴ്ത്തി വെച്ചത്? ആരാണ് ഇല്ലാതാക്കി കളഞ്ഞത്? ഗവൺമെന്റ് ആണോ അല്ല അമ്മ സംഘടനയാണോ? ആരാണ് ഇതിന്റെ പിന്നിൽ? ഈ പവർ ടീമിലെ 15 അംഗങ്ങൾ ആരൊക്കെയാണ്? ഒരുപാട് പേര് ലൈംഗികമായി അതിക്രമിച്ചു എന്നുള്ള രീതിയിൽ പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. അതിൽ കൂടുതലും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇതിൽ ബേസിക്കലി 4 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇതിൽ ഉണ്ടാവുക. സ്ത്രീകൾ ഒന്നിക്കല് ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി നടിയാവണം, ഫെയിം ആവണം, ഭയങ്കര ഒരു പാഷൻ, അഭിനയത്തോട് വല്ലാത്തൊരു ആഗ്രഹം, പൈസ, ഫെയിം, ഒരു പ്രശസ്തി, എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാം മാറ്റിവെച്ച് അഡ്ജസ്റ്റ്മെന്റ് റെഡി ആയിട്ടുള്ള സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകളിൽ പലരും ചിലപ്പോൾ ഇപ്പോൾ നടികളായിട്ടുണ്ടാവാം, അറിയില്ല. കുറച്ച് പേര് ഇങ്ങനൊരു അതിക്രമം നേരിടുന്നുമുണ്ട്. ഈ ഒരു സിനിമ ഫീൽഡിൽ നിന്ന് പിന്നെ വലിഞ്ഞു നോക്കി എനിക്ക് ഈ ഫീൽഡേ വേണ്ടാന്ന് വെച്ച് അവനെ ഉപേക്ഷിച്ച് പോയ ഒരുപാട് കലാകാരികളുണ്ടാവും. നല്ല അഭിനയത്തോട് പാഷനോട് ഭയങ്കര കഴിവുള്ള ഒരുപാട് പേര് ഈ ഒരു ഒറ്റ അഡ്ജസ്റ്റ്മെന്റ് കാരണം അവരുടെ കരിയർ ഇല്ലാതാക്കി കളഞ്ഞവരുണ്ടാവാം. മൂന്നാമത്തെ ഒരു കാറ്റഗറി പറഞ്ഞാൽ ഇതൊന്നും അനുഭവിക്കാതെ, അതായത് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനോടും ആവശ്യപ്പെടാതെ നടിമാരായിട്ട് സാധാരണ പോലെ ജീവിച്ചു പോയവരുണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ, അതായത് ഈ കലാകാരി നടിമാരുടെ ഒരു പവറും അല്ലെങ്കിൽ അവരുടെ ഫാമിലി സപ്പോർട്ട് കൊണ്ട് അവർക്കിതൊന്നും നേരിടാതെ വന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. അവർക്ക് ഇതൊന്നും കുറിച്ച് അഭിപ്രായം പറയാൻ ഉണ്ടാവണമെന്നില്ല. വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയ രംഗത്തോട്ട് വരികയും അവർക്ക് ഇങ്ങനെ ഒരു കയറി പിടിക്കുക അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ച നടന്മാരുണ്ടാവും. ഇങ്ങനെ ആ ഒരു കാറ്റഗറിയിലെ ആൾക്കാരുടെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നമ്മൾ കാണുന്നത്. കാരണം അവരെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ആവശ്യപ്പെടുന്നു ഓരോ നടന്മാരും. അല്ലെങ്കിൽ അതിൽ തന്നെ ഇപ്പൊ ചിലവരെ കയറി പിടിച്ചു എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ഇപ്പം കുറച്ച് നടിമാർ ഇതിൽ കയറി, ജോമോളിനെ പോലുള്ള നടിമാര് ഈ അമ്മ സംഘടനയുടെ പ്രധാന മെമ്പേഴ്സിൽ പെട്ട ഒരാളാണല്ലോ ഇപ്പത്തെ ഇലക്ഷനില്. അപ്പൊ പുള്ളിക്കാർക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. മേ ബി ഉണ്ടായി കാണണമെന്നില്ല. പക്ഷെ വേറൊരാൾക്കാർ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങളെ കേട്ട് അതിന് തക്കതായ ഒരു നടപടി എടുക്കാനുള്ള ഒരു ശ്രമം പുള്ളിക്കാരുടെ ഭാഗത്ത് നിന്ന് വരണം എന്നാ പറയാനുള്ളത്. അല്ലാതെ എനിക്കൊരു അനുഭവം ഇല്ല, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല പറയുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല, യാതൊരു അർത്ഥവും ഇല്ല. നമുക്കൊരു അനുഭവം ഇല്ലെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോ ആർട്ടിസ്റ്റിന് എന്തൊരു അനുഭവം ഉണ്ട്, തീർച്ചയായിട്ടും അവർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ജോമോളുടെ ഭാഗത്ത് വരണമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് പുള്ളിക്കാർ ഇത്ര എയറിലായി പോയത്. പുള്ളിക്കാർക്ക് അത് ഇല്ലാത്തത് നല്ലത്. പുള്ളിക്കാരുടെ കൂടെ സംഭവിച്ചു, മോശമായിട്ടൊന്നും അനുഭവം ഉണ്ടായില്ല, നല്ല കാര്യം. പക്ഷെ അതുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു കാര്യം ആസ് എ അമ്മയുടെ പ്രധാന മെമ്പറിൽ ഒരാളായ ജോമോൾ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. അപ്പൊ സിദ്ദിഖ് കഴിഞ്ഞില്ല രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കാൻ പോന്നെ. ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള പേഴ്സണൽ കാര്യങ്ങളും ഇതൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പതുക്കെ എന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോരോ സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടിയെത്തുന്നതും. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത് വരണമെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അതിനുശേഷം കൈരളി നില തിയേറ്ററിൽ പ്രിവ്യൂ, സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. മസ്കറ്റ് ഹോട്ടലിലെ ഡിസ്കഷന് പോയി. അതുവരെ ഇന്ന് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു, നമ്മൾ വിചാരിക്കുന്നില്ല. അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. അപ്പൊ ഇതാണ് പുള്ളിക്കാരി സിദ്ദിഖിനെതിരെ പറഞ്ഞ പരാമർശം. ഇതിൽ ശരികളുണ്ടോ സത്യങ്ങളുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇത് കൃത്യമായിട്ട് പോലീസ് വന്ന് അന്വേഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള നിയമ നടപടികൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ പ്രമുഖ നടന്നുകൊണ്ട് ഇപ്പോൾ പേര് വെളിപ്പെടുത്തിയിരിക്കും ജയസൂര്യക്കെതിരെയൊക്കെയുള്ള വെളിപ്പെടുത്തൽ നമുക്ക് കേട്ടുനോക്കാം. സോണിയ മൽഹാർ പറഞ്ഞ വെളിപ്പെടുത്തൽ കേട്ടുനോക്കാം. ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2013 തൊടുപുഴ ഒരു സിനിമയുടെ ഷൂട്ടിന് പോകുമ്പോൾ ഇപ്പോഴും അയാൾ സൂപ്പർ സ്റ്റാറാണ്, ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരിൽ ഒരാൾ തൊടുപുഴ ലൊക്കേഷനിൽ ആ പടത്തിൽ അയാളാണ് നായകൻ. ഞാൻ ആദ്യമായിട്ട് പോവുക, അതൊരു ഓഫീസ് സ്റ്റാഫായിട്ടുള്ളൊരു വേഷമാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വലിയൊരു നടൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് എന്നെ ട്രെയിൻ കയറ്റി വിടുകയായിരുന്നു. അവിടെ ചെന്ന് അഭിനയിക്കുന്നതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു ചെറിയൊരു ഹാള് പോലുള്ള സ്ഥലത്താണ് നമുക്ക് ഡ്രസ് ചേഞ്ചിനും മറ്റു കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ്, ആ സൈഡിൽ തന്നെയാണ് നമ്മൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത്. അപ്പം ഞാൻ അതായത് മേക്കപ്പ് ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്ത് ഒരു ജീൻസും ടീഷർട്ടുമായിരുന്നു ആവേശം. അപ്പോൾ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് എങ്ങനെയാണ് ഇവർ വേറെ ഏതെങ്കിലും വഴി കൂടെ ഇങ്ങോട്ട് വന്നോ എനിക്കറിയില്ല, അങ്ങോട്ട് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി പിടിക്കുമായിരുന്നു. മീൻസ് പെട്ടെന്നങ്ങ് ഹഗ് ചെയ്യൂലേ നമ്മൾ, അങ്ങനെ അതൊരു പേടിപ്പിക്കുന്ന രീതിയിൽ, അതായത് അത് പെർമിഷൻ ഇല്ലാത്ത ഒരു സംഭവമാണ് അവിടെ. പിന്നീട് ഈ സ്ത്രീ തന്നെ വെളിപ്പെടുത്തിയത് ജയസൂര്യയാണെന്ന് വെളിപ്പെടുത്തിയ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഇടവേള ബാബുവിനെതിരെ അലിഗേഷനായിട്ട് വന്നിട്ടുണ്ട്, ബാബുരാജിനെതിരെ, അതുപോലെ തന്നെ രഞ്ജിത്തിനെതിരെ, പിന്നെ മുകേഷിനെതിരെ എല്ലാ അലിഗേഷനായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ ബാബുരാജിനെതിരെയുള്ള വെളിപ്പെടുത്തൽ കേട്ടുനോക്കാം. മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് മിസ്റ്റർ ബാബുരാജ് എന്ന നടൻ എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു, സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ വീട്ടില് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ, കൺട്രോളർ എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉചിതമായൊരു റോള് കണ്ടെത്താം എന്ന് പറയുകയും, അപ്പൊ അദ്ദേഹത്തോടുള്ള വിശ്വാസത കൊണ്ടാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും കുറച്ച് തിരക്കാണ്, അല്പസമയത്തിന് ശേഷം എത്തും, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ താഴെയുള്ള ഒരു റൂമിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വന്ന് ഡോറ് തട്ടുകയും ഞാൻ ഓപ്പൺ ആക്കുകയും അതിനുശേഷം റൂമിലേക്ക് കയറുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം. ഈ സിനിമ അഭിനയിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ വിഷമമൊന്നും കാണത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ രൂപം തനിനിറം വന്നത്, മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും എന്നെ ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ്. അപ്പൊ ഇതാണ് ബാബുരാജിനെതിരെ വന്നിട്ടുള്ളത്. ഇനി സംവിധായക രഞ്ജിത്തിനെതിരെ പറയുന്നതാണ്. His bedroom was dark and there was this adjoining balcony and he went there and I followed him. So I was talking with Venu over the phone and I was dressed in a churidar, very Indian, with a lot of bangles and stuff, and he was standing beside me and he was playing with my bangles, you know, and touching my skin, you know, as if accidentally and stuff. So we women, we have this sixth sense. We know touch, or we know what's happening around you. We have this, you know, we are always on a safeguard now to protect ourselves. Okay, we are taught that way from right beginning. So I felt little uncomfortable because I'm not in that friendlier zone with him that he could, you know, just play with my bangles. But I was trying to give him that benefit of doubt. I thought maybe I'm overthinking about this. Maybe he just wants to, you know, see my bangles. Maybe Kerala, yeah, whatever. I don't know what I was thinking. So, but I was not feeling okay with it. I was not comfortable with it. And it was dark, very dimly lit room. And so I was, you know, trying to talk and I was play acting. And then all of a sudden, after he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair, which was not done. So I excused myself. I got out of the room. അപ്പോൾ പാലേരി മാണിക്യം എന്നുള്ള സിനിമ കൊണ്ട് 2013 പുള്ളിക്കാരി അഭിനയിക്കാൻ വേണ്ടി രഞ്ജിത്ത് എന്നുള്ള ഡയറക്ടറുടെ പോയ അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മുകേഷ് നടനെതിരെ നടിയെ സോണിയ മൽഹാർ അവർക്ക് നേരിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഇടവേള ബാബു, മാമൂക്കയുടെ പേര് പറഞ്ഞവരുണ്ട്, സുധീഷിന്റെ പേര് പറഞ്ഞവരുണ്ട്. അതായത് സിദ്ദിഖ്, രഞ്ജിത്ത്, സംവിധായക രഞ്ജിത്ത്, മുകേഷ്, ഇടവേള ബാബു, ബാബുരാജ്, മാമൂക്കോയ, സുധീഷ്,
ഇങ്ങനെ നീണ്ടു കിടക്കുന്നു നിരകള്. ഈ ഒരു വിഷയത്തില് അമ്മ എന്നുള്ള സംഘടന എടുത്ത നിലപാടുകൾ ആണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ഇതിന്റെ പ്രധാനമായിരിക്കുന്ന മോഹൻലാൽ അല്ലെങ്കിൽ പ്രമുഖ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും വന്ന ഇതിനൊരു അഭിപ്രായം, അതായത് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ അവർക്ക് ഖേദം രേഖപ്പെടുത്തുക, അതിലൊരു നടപടി എടുക്കുന്നില്ല ഒരു വിവരവും നമ്മളെ മുന്നിൽ പറഞ്ഞിട്ടില്ല. അതൊരു ഭയങ്കര മോശം ഉണ്ടാകുന്ന കാര്യം. അതായത് ഇവരുടെയൊക്കെ കൈകളിൽ ഉണ്ടോ നമ്മൾ സംശയിപ്പിക്കുന്നു. ഇവർ വന്ന ഒരു പത്രസമ്മേളനം ഇട്ട് അവരുടെ അഭിപ്രായങ്ങളോ, പൃഥ്വിരാജ് വന്നിട്ട് അഭിപ്രായം പറഞ്ഞല്ലോ ഇപ്പൊ ഇന്നലെ. അതായത് ഇങ്ങനെ ഒരു മോശം ഒരു സംഭവം എല്ലാവർക്കും നടന്നിട്ടുണ്ട്, തീർച്ചയായും നിയമ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല ഇത്രയും വലിയൊരു മഹാനടന്മാർ. അവരുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വന്നിട്ട് പറയായിരുന്നു. പക്ഷെ പറയാത്തത് എല്ലാവരുടെ മനസ്സിലും ഇവരെല്ലാവരും സംശയിപ്പിക്കുന്നു. ഇപ്പം ആരൊക്കെയാണ് ഇതിൽ മുന്നോട്ട് വന്ന് സംസാരിക്കാത്തത്, അവരെല്ലാവരും നമ്മൾ സംശയിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇന്ദ്രൻസ് പറഞ്ഞൊരു കാര്യം ഇതിൽ ഭയങ്കര വൈറലായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ അത് പറഞ്ഞത്? പുള്ളിക്കാരൻ റിപ്പോർട്ട് എന്താണോ അറിയില്ല, അതോ ഇനി അമ്പ സംഘടന അതിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പുള്ളിക്കാരൻ വിലക്കിയതാണോ എന്നറിയില്ല. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞതും കൂടെ ഒന്ന് കേൾക്കാം. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിവും പുളിയൊക്കെ വേണ്ടേ? കേട്ടി ഞാൻ മുട്ടിയില്ല. ഇന്ദ്രൻസ് പറഞ്ഞ മറുപടിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്. പുള്ളിക്കാരനെ കുറിച്ച് അറിയില്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ ഞാനിത് കൂടുതൽ അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ടേ പറയുന്നത്? ടോട്ടലി എഗെയിൻസ്റ്റ്. കുറച്ച് എരിവും പുളിയും വേണ്ട ഒരു കാര്യമല്ലല്ലോ. ഒരാളുടെ സ്ത്രീയുടെ ജീവിതം അല്ലെങ്കിൽ അവര് ലൈംഗികമായി അതിക്രമിക്കപ്പെടുന്നത് നമ്മളൊരു സിനിമ കഥ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. റിയൽ ലൈഫിൽ ഒരാളുടെ ജീവിതമാണ് സ്പോയിലായി പോകുന്നത്. ഇപ്പൊ ആ ട്രോമ സംഭവിച്ചവർക്ക് അവർക്ക് ജീവിതകാലം മൊത്തം അതിന്റെ ഒരു ബാക്കി ഉണ്ടാവും. അവർക്ക് മെന്റലി നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ അതിനുള്ള പ്രതികരണം വളരെ മോശമായി. ജഗദീഷ് മാത്രമാണ് ഇതിന് ആദ്യമായിട്ട് ഈ മൊത്ത സംഘടനയിൽ എതിരായിട്ട്, അതായത് കറക്റ്റായ ഒരു റെസ്പോൺസ് അമ്മ സംഘടനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ജഗദീഷാണ്. ജഗദീഷിന്റെ ക്ലിപ്പിംഗ് കൂടെ കണ്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ അപ്രസക്തമാണെന്ന് ഞാൻ പറയില്ല. 5 കൊല്ലം മുമ്പ് നടന്നാലും 10 കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ്, ലൈംഗികമായ ചൂഷണം അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന് നിയമ നടപടികൾ വരണം. ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ് ഇനിയിപ്പോൾ ആരോപണങ്ങൾ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് 2 വർഷം നീണ്ടുന്ന ഒരു അന്വേഷണമാണെന്നത് അതിനോട് യോജിക്കുന്നില്ല. വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. മൊഴി കൊടുത്തിട്ടുണ്ട്, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് പൃഥ്വിരാജിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ കേൾക്കാം. ഒരു അനുകൂലമായി പറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയത് ാണ് ഇതിനെ എങ്ങനെ മറികടക്കും? ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും? സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും? അറിയില്ല. എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ അനുകൂല, പുള്ളിക്കാരൻ അതും കൂടെ പറയുന്നുണ്ട്. ഇപ്പം നടന്മാരുടെ ഭാഗത്തല്ല തെറ്റ്, ഈ പറഞ്ഞ അലിഗേഷൻ പറഞ്ഞവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. ആരാണോ തെറ്റ് ചെയ്ത് അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. ടോവിനോയും എനിക്ക് ഒന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഇതിന് പോസിറ്റീവായ റെസ്പോൺസ് കൊടുത്തിരിക്കുന്നത് ജഗദീഷും പൃഥ്വിരാജ്, ടോവിനോ നടന്മാരാണ്. പക്ഷെ ഇത്രയും റെസ്പോൺസ് വന്നിട്ട് പോലും മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഇതിനൊരു അഭിപ്രായം പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇത്രയും ആരാധിക്കുന്ന, നമ്മളെല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും വലിയ നടന്മാർക്ക് അത് പറ്റിയില്ലെങ്കിൽ വളരെ മോശം. ഇതിപ്പോൾ ശരികൾ ആരുടെ ഭാഗത്താണെന്നുള്ളത് തെളിയിക്കപ്പെടണം, അല്ലെങ്കിൽ അത് കണ്ടെത്തപ്പെടുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള നിയമ നടപടികൾ നടന്നാൽ മാത്രമേ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. ഇപ്പം സത്യം പറഞ്ഞ അതിജീവിത, അതായത് 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രമുഖ നടിക്ക് നേരിട്ട ഒരു ആക്രമണമാണ് ഇതിനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്ത സംഭവം. WCC എന്നുള്ള സംഘടന വരാനും ഈ ഒരു ഹേമ കമ്മിറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ടാവാനും എല്ലാത്തിനും കാരണം അതാണ്. അപ്പൊ ആ പുള്ളിക്കാരി ആ അതിജീവിത എടുത്ത ഒരു ധൈര്യമാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് വരെ എത്തിയേക്കുന്നത്. ആ ഒരു ധൈര്യം പുള്ളിക്കാരി നിയമ നടപടികളായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ആ ഒരു സംഭവം സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയത്. കാരണം എല്ലാവർക്കും ഓക്കെ, സ്ത്രീകൾ അങ്ങനെ പേടിച്ച് ഭയന്ന് മാറി നിൽക്കില്ല, മുന്നോട്ട് വന്ന് പ്രതികരിക്കും, നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി എന്നുള്ളൊരു പേടി എല്ലാ നടന്മാരുടെ ഉള്ളിലും ഉണ്ടാവാൻ ഉറപ്പായിട്ട് സാധിച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞ അതിജീവിതയുടെ, അതായത് പ്രമുഖ നടിയുടെ ആക്രമണ കേസ്.
തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിയമപരമായി മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതുപോലെ മീറ്റു ക്യാമ്പയിൻ പോലെ വേറൊരു എന്താ പറയാ, എല്ലാവർക്കും വന്ന് വെളിപ്പെടുത്താൻ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇന്നാണ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പറയാം. അത് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു കാര്യം ഒരു പോസിറ്റീവായിട്ട് മാറി, ഒരു പോസിറ്റീവ് ഇനി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനോ സ്ത്രീകൾക്കോ എല്ലാവർക്കും ഒരു സംരക്ഷണമായി മാറണമെങ്കിൽ അതൊരു നിയമപരമായി മുന്നോട്ട് പോകണം. അതിപ്പോൾ അമ്മാന്നിലെ സംഘടന ആ ഒരു നിയമ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നിയമവ്യവസ്ഥിതി അതിന് മുന്നോട്ട് വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് അനുഭവിക്കപ്പെട്ട സ്ത്രീകൾ മുന്നോട്ട് വന്ന് നിയമപരമായി ഇതിനെ നേരിട്ടെങ്കിൽ മാത്രമേ ഇതൊരു മാറ്റത്തിലോട്ടെത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2-3 മാസത്തേക്ക് മീഡിയക്ക്, അതായത് TV ചാനലിനും ന്യൂസ് റിപ്പോർട്ടിനും അതായത് ന്യൂസ് പേപ്പറിനും നമ്മുടെ യൂട്യൂബിലും എല്ലാത്തിനും ഒരു വിഷയമായി സംസാരിക്കാൻ അവരതിന് സ്ട്രോങ്ലി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മുന്നോട്ട് വന്ന് പറയാവുന്നതാണ്. എങ്കിൽ മാത്രമേ ഇതിലൊരു മാറ്റം സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് വാർത്തകളിൽ ഒരു ചർച്ച സമയത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാത്രം ഒതുങ്ങിപ്പോവും, മീറ്റ് പോലെ ഒതുങ്ങിപ്പോവും. അതിലും മുന്നോട്ട് കടക്കട്ടെ. ഇനിയെങ്കിലും സ്ത്രീകൾക്ക് സിനിമാ ഫീൽഡിലോട്ട് വരുമ്പോൾ ഒരു പേടിയില്ലാതെ, അതായത് അങ്ങനെ അല്ല, ഇപ്പൊ ആൾക്കാർ ഇനിയിപ്പോ സിനിമാ ഫീൽഡിലോട്ട് പോയാൽ പറയും ഓള് പോക്കായി, ഓള് കാര്യം പോക്കായി, ഇനിയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അവള് പോക്കായി. കാരണം അങ്ങനത്തെ ഒരു ചിന്താഗതി സിനിമാ ഫീൽഡിലുണ്ട്. അപ്പൊ ആ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു പിക്ചർ മാറട്ടെ, സ്ത്രീകൾ സംരക്ഷിക്കപ്പെട്ടെ. ഇത് സത്യം പറഞ്ഞാൽ സിനിമാ ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഇല്ലേ. ഇപ്പൊ കൊൽക്കട്ടയില് ഡോക്ടർ ക്രൂരമായി റേപ്പ് ചെയ്ത് മരണപ്പെട്ടു. അത് സിനിമാ ഫീൽഡായിട്ടൊന്നുമല്ലല്ലോ, അതിപ്പോ സാധാരണ ഒരു സ്ത്രീയാണ് ഡോക്ടറായിട്ട് ഹോസ്പിറ്റൽ, അതായത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് സംഭവിച്ചത് എന്താണ്? അപ്പൊ എല്ലാ മേഖലകളിലും സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ഏത് സ്ഥലത്ത് പോയാലും സ്ത്രീകൾക്ക് ഈ ഒരു ഭീഷണിയുണ്ട്. അതായത് ആരെയും തന്നെ ഉപദ്രവിക്കുവോ, ആക്രമിക്കുവോ, ലൈംഗികമായി പീഡിപ്പിക്കുവോ എന്നുള്ള പേടി എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്, എല്ലാ അമ്മമാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ആ ഒരു പേടി. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കൃത്യമായ നിയമ സംവിധാനങ്ങൾ വന്നില്ല എങ്കിൽ ആർക്കും ഒരു പേടി ഉണ്ടാവില്ല. ഇതൊരു വാർത്തയിൽ തരുന്ന കാര്യമല്ലേ ഉള്ളൂ. വളരെ വാദിച്ച് ജയിക്കാമെന്ന് വക്കീലുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ വെച്ച് ഈ കുറ്റം ചെയ്ത ആൾക്ക് സുഖമായി രക്ഷപ്പെട്ട് ഊരി വരാം. അങ്ങനത്തെ ഒരുപാട് പീഡന കേസുകളും സ്ത്രീകൾ റേപ്പ് ചെയ്ത് മരണപ്പെട്ട കേസിന് പോലും പ്രതികൾ ഊരി രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സൗമ്യ വധക്കേസൊക്കെ അതൊരു എക്സാമ്പിളാണ്. കാരണം വക്കീലന്മാരുടെ ഇതനുസരിച്ച് നമ്മളെ നിയമവ്യവസ്ഥിതി പ്രൂഫും അല്ലാതെ തെളിവുകൾ ഉണ്ടാക്കി ഊരി പോരാന്നുള്ളൊരു പഴുതുണ്ട്. അപ്പം അതില്ലാതെ ഒരു നിയമം കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രം സ്ത്രീകൾ സിനിമ മാത്രമല്ല എല്ലാ ഫീൽഡിലും രക്ഷപ്പെടുള്ളൂ, അല്ലെങ്കിൽ സേവ് ചെയ്യപ്പെടുള്ളൂ. ഇപ്പൊ പാർവതി തിരുവോത്തൊക്കെ മുന്നോട്ട് വന്ന് മുന്നേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് അവർക്ക് നേരിട്ട ദുരനുഭവങ്ങളൊക്കെ അവർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണമായിരിക്കും അവർ കുറച്ചു കാലം സിനിമയൊന്നും വിട്ടുമാറി വെക്കേണ്ടി വന്നത്. അതായത് പാർവതി തിരുവോത്തായാലും രമ്യ നമ്പീശനായാലും റിമ, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ, മഞ്ജു വാര്യർ, ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് ഇതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് മുന്നോട്ട് പോയിക്കട്ടെ. സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഒരു നിയമം വരട്ടെ. അവർക്കെതിരെ ചെയ്യുന്നവർക്ക് തക്കതായ ഒരു നിയമ നടപടികൾ തീർച്ചയായിട്ടും വരട്ടെ. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനും ഏതൊരു കാര്യത്തിലും മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ. അപ്പൊ അങ്ങനെ ഒരു നിയമപരമായ മാറ്റം സംഭവിക്കട്ടെ. എങ്കിൽ മാത്രമേ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് സക്സസ്ഫുൾ ആയി പറയാൻ പറ്റില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ഈ അലിഗേഷനെ കുറിച്ചും നടന്മാരെ കുറിച്ചും എല്ലാവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെ എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം ആണ്. അത് ബൈ ബൈ.